കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വന്ദനമറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മൾ 38ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിക്കുകയും ധാരാളമായി അവിടുത്തെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞതോർത്ത് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. തുടർന്നും ദൈവമക്കളെല്ലാവരും ഞങ്ങളെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് പ്രധാനമായും 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നിൽപ്പാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13, 14 ഈ അധ്യായങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ചേർന്ന് നടത്തിയ ഒന്നാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അത് ഏതാണ്ട് 2 വർഷം നീണ്ടു നിന്ന ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി. ആ ടീമിൽ പ്രധാനമായും പൗലോസും ബർന്നബാസുമായിരുന്നു. ആദ്യം അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ മർക്കോസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും പെർഗയിൽ വന്നപ്പോൾ മർക്കോസ് തിരിച്ച് യെരുശലേമിലേക്ക് താൻ മടങ്ങിപ്പോയതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ മിഷണറി യാത്ര 15-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 22 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ലൂക്കോസ് അത് നമ്മളെ അറിയിക്കുന്നത്. ഏതാണ്ട് 3 വർഷക്കാലം നീണ്ടു നിന്നതാണ് ഈ രണ്ടാമത്തെ മിഷണറി യാത്ര. അതിലെ ടീം അംഗങ്ങൾ പൗലോസും ശീലാസുമാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 15-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം, യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ ദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോകുന്നു. അത് ഇതിനോടകം നമ്മൾ കണ്ടതാണ്. സുറിയ കിലിക്കിയ എന്നീ പട്ടണങ്ങളിലുള്ള ദൈവസഭയെ പൗലോസും ബർന്നബാസും ആവാൻ സാധ്യതയുണ്ട് സ്ഥാപിച്ചത്. അവിടെ അവർ കടന്നുപോയി അവരെ ഉറപ്പിച്ചതായിട്ട് നമ്മൾ ഇതിനോടകം കണ്ടു. 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. ആ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. ദർബ പട്ടണവും ലുസ്ത്രയിലെ പട്ടണത്തിലും പൗലോസും ശീലാസും കൂടെ ചെന്നു. എന്നാൽ ദർബയിലെ അവരുടെ 2ാം മിഷണറി യാത്രയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് അറിയുകയില്ല. 1ാം മിഷണറി യാത്രയിൽ ദർബയിലും ലുസ്ത്രയിലുമൊക്കെ സഭകൾ അവർ സ്ഥാപിച്ചിരുന്നു. മടക്കി യാത്രയിലും അതുവഴിയാണ് അവർ കടന്നു പോയത് എന്ന് നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതായിരുന്നു. 2ാമത്തെ മിഷണറി യാത്രയിൽ ഏറ്റവും അവസാനം 1ാം മിഷണറി യാത്രയിൽ പോയ ദർബ, ലുസ്ട്ര എന്നീ പട്ടണങ്ങളിലാണ് 2ാം മിഷണറി യാത്രയുടെ ആരംഭഘട്ടത്തിൽ പൗലോസും ശീലാസും കൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. ദർബയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വിവരിച്ചിട്ടില്ല എങ്കിലും ലുസ്ട്രയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുസ്ട്രയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, തിമോത്തിയോസ് എന്ന് പറയുന്ന ഭക്തനായ ഒരു ചെറുപ്പക്കാരനെ പൗലോസ് കണ്ടുമുട്ടുകയും തൻ്റെ ടീമിലേക്ക് അദ്ദേഹത്തെ എടുക്കുകയും ചെയ്യുന്നതായുള്ള ഒരനുഭവമാണ് ഈ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞാൻ ചിന്തിക്കുന്നു. ആകയാൽ അല്പസമയം നമുക്ക് ആ വിഷയം ധ്യാനിക്കുവാനായി നമുക്ക് വേർതിരിക്കാം. ഒന്നാമതായി തിമോത്തിയോസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് 1-ാം വാക്യത്തിൻ്റെ 2ാം ഭാഗം, അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അപ്പോൾ തിമോത്തിയോസിൻ്റെ അമ്മ
പാരമ്പര്യ യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ട സഹോദരിയായിരുന്നു. എങ്കിലും താൻ ഒരു വിശ്വാസിയായിരുന്നു. അവിടെ അങ്ങനെ എഴുതിയതിൻ്റെ കാരണം താൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് അവിടെ പറയുന്നത് അദ്ദേഹം ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് യവനനായിരുന്നു, ഗ്രീക്കുകാരനായിരുന്നു. രക്ഷിക്കപ്പെട്ട അനുഭവം പിതാവിന് ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവരുടെ മകനായിരുന്നു തിമോത്തിയോസ്. എന്നാൽ തിമോത്തിയോസിനെ കുറിച്ച് അല്പം കൂടെ തൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെ പഠിക്കണമെങ്കിൽ പിൻകാലങ്ങളിൽ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തി 1-ാം അധ്യായം അതിൻ്റെ 5-ാം വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വിശ്വാസം, അതായത് 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന നിർവ്യാജ വിശ്വാസം, ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം അമ്മയുടെ പേര് അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാം. യുനീക്കയ എന്നായിരുന്നു അമ്മയുടെ പേര്. വല്യമ്മയുടെ പേര് ലോവീസ് എന്നായിരുന്നു. ഇതാണ് തിമോത്തിയോസിനെ കുറിച്ച് ഉള്ള തൻ്റെ പേരൻറ്റേജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രണ്ടാമതായി തിമോത്തിയോസിനെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ചിലരുടെ അഭിപ്രായത്തിൽ തിമോത്തിയോസിലെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ തിമോത്തിയോസിന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അമ്മയും വല്യമ്മയും നിമിത്തമാവാം തനിക്കുണ്ടായത് എന്ന ഒരു ചിന്ത നിലവിലുണ്ട്. അപ്പോൾ തന്നെ മറ്റു ചിലർ ചിന്തിക്കുന്നത് അമ്മയും വല്യമ്മയും ഒക്കെയാണ് ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അവർ അനുകൂല സാഹചര്യങ്ങൾ തിമോത്തിക്ക് ഒരുക്കിയെന്നും താൻ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഒരു നല്ല മാതൃക അവർ കാണിച്ചു എന്നുമാണ് പലരും ചിന്തിക്കുന്നത്. അത് നിമിത്തം അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിലുള്ള 2 സന്ദർശനങ്ങളിൽ താൻ അപ്പോസ്തോലൻ്റെ ശുശ്രൂഷയുടെ ഫലമായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ആ ഒരു ചിന്ത നിലവിൽ ഉണ്ട്. അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണം 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. പ്രിയ മകൻ. അവർക്ക് ലോകപ്രകാരമുള്ള ബന്ധം ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ ആ പ്രിയ മകൻ എന്നുള്ള ആ പ്രയോഗം അവിടെ താൻ തിമോത്തിയോസിൻ്റെ ആത്മീക പിതാവായി പ്രസ്താവിക്കുന്ന ഒരു പ്രയോഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രയോഗം 1 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. അവിടെ എല്ലാം ഈ ഒരു പ്രയോഗമാണ്. മൈ ട്രൂ സൺ, മൈ ബിലവഡ് സൺ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള പൗലോസിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ താൻ 2 തവണ ലിസ്ട്രയിൽ താൻ അവിടെ ശുശ്രൂഷിച്ചു എന്ന് നമുക്കറിയാം. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ലിസ്ട്രയിൽ വെച്ചാണ് ഒരു മുടന്തൻ നടക്കുന്നത്. അതിനെ തുടർന്ന് തനിക്ക് വളരെ പീഡനമുണ്ടായി, തന്നെ കല്ലെറിഞ്ഞു, മരിച്ചവനായ ആളുകൾ ചിന്തിച്ച് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അവിടെ ശിഷ്യന്മാർ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ താൻ എഴുന്നേറ്റു എന്നൊക്കെ നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്. അതുപോലെ തന്നെ മടക്കി യാത്രയിലും ലിസ്ട്രയിലൂടെ അപ്പോസ്തലനായ പൗലോസ് വന്നിരുന്നു. അപ്പം ഈ തൻ്റെ 1-ാം മിഷണറി യാത്രയിലെ ശുശ്രൂഷയിലാവാനാണ് സാധ്യത തിമോത്തിയോസ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് തൻ്റെ ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തൻ്റെ അമ്മയും വല്യമ്മയും അതിനുള്ള പ്രോത്സാഹനങ്ങൾ,
പ്രേരണകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കുവാൻ. മറ്റൊരു കാര്യം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുള്ളത്, 2 തിമോത്തിയോസ് എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ തൻ്റെ നിജപുത്രനായ തിമോത്തിക്ക് എഴുതുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലിസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ലിസ്ട്രയിൽ നടന്ന ആ വലിയ പീഡനം, സുവിശേഷ വിരോധികൾ തന്നെ കല്ലെറിഞ്ഞ് തന്നെ മരിച്ചവനായി ഉപേക്ഷിച്ചതൊക്കെ ക്രിസ്തുവിൽ പുതിയ വിശ്വാസിയായ തിമോത്തി ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. 16-ാം അധ്യായത്തിൽ തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ തൻ്റെ ശുശ്രൂഷയിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഈ തിമോത്തിയെ തൻ്റെ ടീമിലെടുക്കുവാനായി അപ്പോസ്തലനായ പൗലോസ് താല്പര്യപ്പെടുകയാണ്. തന്നെ മെന്റർ ചെയ്യുവാൻ, ശുശ്രൂഷയിൽ തന്നെ വളർത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് വളരെ അധികം ആഗ്രഹിച്ചു. ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാനൊരു കാര്യം കൊണ്ടുവരാം. എന്ത് ഇംപ്രഷനാണ് തിമോത്തിക്ക് പൗലോസിനെ കുറിച്ചുള്ളത്? അദ്ദേഹത്തിൻ്റെ കൂടെ ടീം പ്രവർത്തനത്തിനകത്ത് ഏർപ്പെട്ടാൽ തനിക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് തിമോത്തിക്ക് വളരെ നന്നായി അറിയാം. ഇന്ന് പലരെയും മെന്റർ ചെയ്യുമ്പോൾ ആളുകൾക്ക് മെന്റേഴ്സിനെ നോക്കുമ്പോൾ കിട്ടുന്ന ആശയം പോലെ അല്ല തിമോത്തി പൗലോസിനെ നോക്കിയപ്പോൾ തനിക്കുണ്ടായത്. കാരണം ഈ പൗലോസ് പ്രസംഗിക്കുമ്പോൾ കല്ലേറ് ലഭിക്കുന്നു, ഉപദ്രവം ലഭിക്കുന്നു, അപ്പോൾ തന്നെ വലിയ ദൈവകൃപയുടെ വ്യാപാരവും താൻ കാണുന്നു. അതുകൊണ്ട് തിമോത്തി ടീമിൽ ചേരുമ്പോൾ വളരെ വ്യക്തമായ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഒരു അറിവ് തിമോത്തിക്കുണ്ട്. പൗലോസിൻ്റെ ഇഷ്ടമനുസരിച്ച് ആ ടീമിൽ ചേരുമ്പോൾ യൗവനക്കാരനായ തിമോത്തിക്ക് ഒരു കാര്യം നന്നായി അറിയാം, ഇത് ഉപദ്രവത്തിൻ്റെ മാർഗമാണ്. തന്നെ മെന്റർ ചെയ്യുന്ന ആളിൽ താൻ വളരെ ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലും അത് വരാൻ സാധ്യതയുണ്ട് എന്ന് തനിക്ക് നന്നായി അറിയാമായിരുന്നു. ഈ കാലഘട്ടത്തിൽ മെന്റർ ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്നത് വ്യത്യസ്ത ഒരു ധാരണയാണ്. ലക്ഷറി വണ്ടികളിലും മറ്റു പല നിലയിലുമുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതമാണ് പല ചെറുപ്പക്കാരും കണ്ട് അത് പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് മെന്റർ ചെയ്യാനെടുത്ത ചെറുപ്പക്കാരൻ തന്നെ വാച്ച് ചെയ്തപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഉപദ്രവങ്ങളും ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന നിന്ദകളുമാണ് ആ യൗവനക്കാരൻ്റെ ഹൃദയത്തെ ഇമ്പാക്റ്റ് ചെയ്ത് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുവാനായി കാരണമായി തീർന്നത്. ഒരു വലിയ മാറ്റം നമ്മളുടെ ഇടയിൽ വരേണ്ടത് ആവശ്യമാണ്. അനേക ചെറുപ്പക്കാരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കട്ടെ. നിങ്ങളെ മെന്റർ ചെയ്യുന്ന ആളുകൾ, അവരെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിനൊത്ത് അവർക്ക് ജീവിതമുള്ളവരാണോ? 2 തിമോത്തിയോസിൽ പൗലോസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു തൻ്റെ ജീവിതമെന്ന് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം. പലരും ഉപദേശമാണ് കാണുന്നത്, അതിൻ്റെ പിൻപിലെ ഉദ്ദേശം പലർക്കും അറിയില്ല. വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും പിന്നെ അന്ത്യോക്യയിലും ലിസ്ട്രയിലും ഒക്കെ ഉണ്ടായ തൻ്റെ ഉപദ്രവങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു. പരസ്യമാണ് കാര്യങ്ങൾ. ലൈഫും മിനിസ്ട്രിയും ഒരുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്. തിമോത്തിക്ക് ഒന്നും പൗലോസും മറച്ചു വെച്ചിട്ടില്ല. താൻ പ്രസംഗിക്കുന്നത് പോലെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് വളരെ
പ്രാഗൽഭ്യത്തോടെയാണ് താൻ ആ യൗവനക്കാരന് പിൻകാലങ്ങളിൽ കത്തെഴുതുമ്പോൾ നിനക്കിതെല്ലാം അറിയാമല്ലോ. ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ മെന്റർ ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ ലൈഫ് നിങ്ങളുടെ മുൻപിൽ ട്രാൻസ്പെറൻ്റ് ആണോ? ലിസ്ട്രയിലെ നാട്ടുകാരനായിരിക്കുന്ന തിമോത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. പൗലോസിൻ്റെ മിനിസ്ട്രിയും ലൈഫുമാണ് തന്നെ ഇമ്പാക്റ്റ് ചെയ്തത്. അടുത്തതായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് ഫിലിപ്പ് ലേഖനത്തിലെ ഒരു വാക്യമാണ് എനിക്ക് വായിച്ച് കേൾപ്പിക്കാനുള്ളത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന് 19 മുതൽ 23 വരെയുള്ള വാക്യം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിനും തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത് എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. മകൻ അപ്പനോടു കൂടെ, അവിടെയും കണ്ടോ അവർ തമ്മിലുള്ള ആ ആത്മീക ബന്ധം. പൗലോസ് പറയുന്ന മറ്റു പലരെക്കുറിച്ച് എനിക്കിത് പറയാനൊക്കത്തില്ല. തീർച്ചയായും തീത്തോസിനെ കുറിച്ചും മകൻ എന്ന പ്രയോഗം പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ വളരെ ഫ്യൂ ആളിനെ കുറിച്ച് മാത്രമേ പൗലോസിന് ഇത് പറയാൻ കഴിയുന്നുള്ളൂ. അവനെപ്പോലെ എനിക്ക് മറ്റ് ആരുമില്ല എന്നാണ് പൗലോസ് തിമോത്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. താൻ മെന്റർ ചെയ്ത ഈ ചെറുപ്പക്കാരനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. എന്നാൽ നമുക്ക് സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. 1-2 സൂചനകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാം. ഇന്ന് പലപ്പോഴും പലർക്കും പലരുടെയും കീഴിൽ നിൽപ്പാൻ താല്പര്യമില്ല. മെന്ററിങ് ദൈവവചനത്തിലെ ഒരു സത്യമാണ്. ശ്രേഷ്ഠരായ അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാടുള്ള ജീവിതമുള്ള കർത്തൃഭൃത്യന്മാരുടെ കൂടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ വേലയെക്കുറിച്ച് നന്നായി പഠിക്കുക, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ഏറ്റെടുക്കുക, ഇത് വളരെ അത്യാവശ്യമാണ്. ശുശ്രൂഷയിലെ ഡെവലപ്മെൻറ്റിലെ ഒരു ഭാഗമാണത്. അതാണ് ഇവിടെ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ നാം കാണുന്നത്. പൗലോസിൻ്റെ ജീവിതം തന്നെ ഇമ്പാക്റ്റ് ചെയ്തു. താൻ പൗലോസിൻ്റെ ടീമിൽ ചേർന്നു. പിൻകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനായി തിമോത്തി മാറുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായി കഴിയും. ഒരു പ്രയോഗം തിമോത്തിയെക്കുറിച്ച് എഴുതിയത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് ആ 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലുണ്ട്. തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ഒരൊറ്റ വാക്ക് മതി. ഇറ്റ് സ്പീക്സ് വോളിയംസ് അബൌട്ട് തിമോത്തി. ആരാണ് ശിഷ്യൻ? കേവലം രക്ഷിക്കപ്പെട്ട ഒരാൾ മാത്രമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ച് ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ താല്പര്യപ്പെട്ട് ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു തിമോത്തി. ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ആ ഒരൊറ്റ വാക്ക് മതി തന്നെക്കുറിച്ച് അറിയുവാൻ. ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഡിസൈപ്പിൾ, ശിഷ്യൻ എന്ന വാക്കിന് ലൂക്കോസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം നമ്മൾ ഇതിനോടകം ചിന്തിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. ആദ്യത്തെ ക്രിസ്ത്യാനികൾ ശിഷ്യന്മാരായിരുന്നു. കർത്താവിൻ്റെ മഹാനിയോഗത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനാണ്. മേക്ക് ഡിസൈപ്പിൾസ്. സുവിശേഷം പറഞ്ഞ്
സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശുശ്രൂഷ തീരുകയല്ല, ദൈവവചനം, യേശു കർത്താവ് പഠിപ്പിച്ച വചനം അതവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവരെ പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യരാക്കണം. അങ്ങനെ ഒരു ശിഷ്യനായിരുന്നു തിമോത്തി എന്ന് ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 2-ാം വാക്യം. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ശിഷ്യനാണെങ്കിൽ നല്ല സാക്ഷ്യമുണ്ടാവും. എവിടെയാണ് സാക്ഷ്യം? സ്വന്തം വീട്ടിൽ സാക്ഷ്യമുണ്ട്. ലിസ്ട്ര പട്ടണക്കാരനാണ് താൻ. ഇക്കോണിയം അതിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. സ്വന്തം നാട്ടിലും പരിസര പ്രദേശങ്ങളിലും തിമോത്തിയെക്കുറിച്ച് നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് അനേകരുടെ മിനിസ്ട്രി സ്വന്തം നാട്ടിൽ പറ്റില്ല. നമുക്കൊത്തിരി അങ്ങ് അക്കരെ കടന്ന് ഒക്കെ പോയെങ്കിലേ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. സ്വന്തം നാട്ടിൽ കർത്താവിൻ്റെ ഒരു ശിഷ്യനായ സാക്ഷ്യം താങ്കൾക്കുണ്ടോ? നമുക്കെല്ലാവർക്കും മുൻകാല അനുഭവമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മളിൽ വന്ന ആ മാറ്റത്തെ നിങ്ങളുടെ നാട്ടുകാർക്ക് അത് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു തിമോത്തി എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അതുപോലെ തന്നെ 1 തിമോത്തി 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുതേ. അത് പിൻകാലങ്ങളിൽ താൻ ഈ കത്തെഴുതുമ്പോൾ തിമോത്തിക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്നാൽ എവിടെ വെച്ചാണ് ഈ കൈവപ്പ് തനിക്ക് കിട്ടിയത്? മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ. 2 തിമോത്തി 1:6 വേറൊരു പ്രയോഗം കാണുവാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്നും നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസും മൂപ്പന്മാരും കൂടെ ചേർന്ന് തിമോത്തിയുടെ മേൽ കരം വെച്ചു. ഒരു പക്ഷെങ്കിൽ ലിസ്ട്രയിൽ നിന്ന് താൻ പൗലോസിൻ്റെ ടീമിൽ ചേർന്ന് യാത്ര ചെയ്യുന്നതിന് മുൻപാവാനാണ് സാധ്യത. ഈ ദൈവദാസന്മാർ തൻ്റെ മേൽ കരം വെച്ച് തന്നെ പ്രവർത്തനത്തിനായി റിലീസ് ചെയ്യുകയാണ്. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം കർത്താവിൻ്റെ വേലക്കാരൻ. അങ്ങനെയുള്ള ആളിനെയാണ് ദൈവദാസന്മാർ കരം വെച്ച് ശുശ്രൂഷയ്ക്ക് അയക്കുന്നത്. അല്ലാതെ കൃത്രിമത്തിൽ പണം കൊടുത്ത് ഓർഡിനേഷൻ മേടിക്കുന്ന ഇടപാടല്ല ഇത്. ലിസ്ട്രയിൽ താൻ ചെന്നപ്പോൾ തൻ്റെ ആ പേരൻറ്റേജ് തനിക്ക് മനസ്സിലായി. അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി താൻ ഇപ്പോൾ നല്ല സാക്ഷ്യമുള്ളവനാണ്, യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ തന്നെ ടീമിൽ ചേർക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ടീമിൽ ചേരാൻ അത്ര എളുപ്പമാണെന്ന് എനിക്ക് വിചാരമില്ല. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. തിമോത്തി അല്ല അങ്ങോട്ട് പറയുന്നത്. അപ്പോസ്തലന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അത്ര കൊള്ളാവുന്ന ഒരു യൗവനക്കാരനായിരുന്നു തിമോത്തി. ഈ കാലഘട്ടത്തിൽ ഏത് വ്യക്തികൾക്കും ഓർഡിനേഷൻ കൊടുക്കുക, കൈവെപ്പ് കൊടുക്കുന്ന പ്രവണതകളൊക്കെ ഉണ്ട്. ഔദ്യോഗികമായി ഇവിടെ കൊടുക്കുന്നവരുണ്ട്. മറ്റ് ചിലർ കൃത്രിമമായി മറ്റു പല ദേശങ്ങളിൽ പോയി പണം കിട്ടുന്നതനുസരിച്ച് രഹസ്യത്തിൽ പലരുടെ മേലും കൈവച്ച് അവരെ ശുശ്രൂഷകൾക്ക് നിയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ ദൈവവചനത്തിന് നിരക്കാത്തതാണ്. വേദപുസ്തകം പറയുന്നത് വേഗത്തിൽ കൈവെക്കരുതെന്നാണ്. കൈവെപ്പ് ശുശ്രൂഷ ദൈവവചനത്തിലെ ഒരു അടിസ്ഥാന ഉപദേശമാണ്. വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ
അവർ ചെയ്യുന്ന പാപത്തിന് കൈവച്ചയാളും കൂട്ടുനിൽക്കുകയാണ്. പൗലോസിന് തിമോത്തിയുടെ ജീവിതം തൃപ്തിയായി. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസന് ആത്മാവിൽ അതിനുള്ള നിയോഗമുണ്ടായി. അങ്ങനെ താനും ലിസ്ട്രയിലുള്ള മൂപ്പന്മാരും കൂടെ തിമോത്തിയുടെ മേൽ കരം വെച്ച് ശുശ്രൂഷയ്ക്ക് തന്നെ നിയോഗിച്ചു എന്ന് വേണം നമുക്ക് ന്യായമായി ചിന്തിക്കുവാൻ. അടുത്ത നമ്മൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ട് നമുക്ക് ഇതാദ്യം കാണുമ്പോൾ ഉണ്ടാവും. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച്, ആരെ? യഹൂദന്മാരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. പൗലോസാണ് അതിന് മുൻകൈ എടുത്ത് പരിച്ഛേദന കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പരിച്ഛേദനയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ധാരാളം വചനങ്ങളുണ്ട്. എന്നാൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കാതെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ ഈ വിഷയം നമ്മൾ അല്പമായി ഒന്ന് പഠിച്ചതാണ്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കം സംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം രക്ഷപ്പെടാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, പക്ഷെ അത് പോരാ. ഓരോ വ്യക്തിയും പരിച്ഛേദന ഏൽക്കണം. അതിനെ തുടർന്ന് മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണവും അനുസരിക്കണമെന്ന് യെരുശലേമിൽ നിന്ന് വന്നവർ ജാതിക സഭകളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, അന്ത്യോക്യ സഭയെ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ശക്തമായി അതിനോട് എതിർത്ത് നിന്നവനാണ് പൗലോസ്. ബർന്നബാസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവമക്കളോട് ഞാൻ പറഞ്ഞതാണ്, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരല്പസമയത്തേക്ക് പത്രോസിനെയും ബർന്നബാസിനെയും കൂടെ ഇക്കൂട്ടർ സ്വാധീനിച്ചിരുന്നു. പൗലോസ് ശക്തമായ വിഷയത്തിൽ പ്രതികരിച്ചു. അതിൻ്റെ ഫലമായി പത്രോസും ബർന്നബാസും യഥാസ്ഥാനപ്പെടുന്നുണ്ട്. അങ്ങനെ 15-ാം അധ്യായത്തിലെ മെയിൻ വിഷയമാകുന്ന യെരുശലേം കൗൺസിൽ കൺവീൻ ചെയ്യുകയാണ്. അവിടെ പത്രോസും ബർന്നബാസും പൗലോസും എല്ലാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആളുകൾ നീതീകരിക്കപ്പെടും എന്ന വിഷയം വാദിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് തെളിയിച്ച് ആ കൗൺസിൽ അത് സമ്മതിച്ചതാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ പരിച്ഛേദനയുടെ ആവശ്യമില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണമുണ്ട്, രക്ഷ അവിടെ പൂർണ്ണമായി കിട്ടും എന്ന് പൗലോസിന്റെ ദൈവശാസ്ത്രം അത് പരസ്യമായി എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി വളരെ ശക്തമായി പോരാടിയ മനുഷ്യനാണ് പൗലോസ്. പക്ഷെ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന് 3-ാമത്തെ വാക്യത്തിൽ തൻ്റെ തിയോളജിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയായി നമുക്കാദ്യം തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്പം കൂടെ വിശാല ഹൃദയത്തോടെ അത് ചിന്തിക്കുമ്പോഴാണ് തൻ്റെ തിയോളജിക്ക് അവിടെ മാറ്റം വരുന്നില്ല. താൻ അന്നും ഇന്നും എപ്പോഴും വിശ്വസിച്ചത്, താൻ പ്രചരിപ്പിച്ചതും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണമാണ്. പിന്നെ ഇവിടെ തിമോത്തിയെ പരിച്ഛേദന കഴിപ്പിക്കുവാനായി താൻ പ്രേരിപ്പിക്കുവാൻ കാരണം അവരെ വിചാരിച്ച്,
യഹൂദന്മാരെ വിചാരിച്ച്. കാരണം യഹൂദന്മാർക്കറിയാം തിമോത്തിയുടെ അപ്പൻ യവനനാണ്. ജാതിക മനുഷ്യന്റെ മകൻ പരിച്ഛേദന ഏൽക്കാത്തവൻ ടീമിലുണ്ടെങ്കിൽ അവർക്ക് ജൂവിഷ് സൊസൈറ്റിയിൽ, യഹൂദന്മാരുടെ ആ സൊസൈറ്റിയിൽ അവർക്ക് എൻട്രൻസ് കിട്ടത്തില്ല. സുവിശേഷീകരണത്തിന് അതൊരു തടസ്സമാകും. സാംസ്കാരികമായി, കൾച്ചറലായി ഈ പരിച്ഛേദന എന്ന വിഷയം യഹൂദന്മാരുടെ ഇടയിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അതുകൊണ്ട് തൻ്റെ കൺവിക്ഷൻസ് മാറിയതുകൊണ്ടല്ല, അവരുടെ ഇടയിൽ തനിക്കും തൻ്റെ ടീമിനും അക്സെപ്റ്റൻസ് കിട്ടിയാൽ സുവിശേഷം തനിക്ക് പറയുവാനും പ്രചരിപ്പിക്കുവാനും കഴിയും. എന്താ താൻ പറയുന്ന സുവിശേഷം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ കഴിയും. ഏത് സിനഗോഗിൽ ചെന്നാലും, സിനഗോഗിലൊക്കെ പരിച്ഛേദന ഏറ്റ യഹൂദന്മാരാണുള്ളത്, അവിടെയും താൻ പറയുന്ന ഇതാണ്: പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല, ന്യായപ്രമാണം ഇനി അനുസരിക്കേണ്ട ആവശ്യമില്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. അപ്പോൾ ഇവിടെ തിയോളജിയിൽ വന്ന മാറ്റം നിമിത്തമല്ല താൻ ഈ പരിച്ഛേദന തിമോത്തിയെ കഴിപ്പിക്കുന്നത്, മറിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി അവരുടെ ഇടയിലെ ഈ വിഷയം അവർ കൾച്ചറലി തന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടി താൻ ചെയ്തതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കാര്യത്തെ ചിന്തിക്കുമ്പോൾ എത്രയോ നമ്മുടെ ആളുകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ മിഷൻസിനായി പോകുന്നുണ്ട്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ വടക്കേ ഇന്ത്യയിലുള്ള ജനം സുവിശേഷം കേട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ മലയാളീകരിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമുക്കറിയാം. നമ്മളെപ്പോലെ ഡ്രസ്സ് ചെയ്യണം, നമ്മളെപ്പോലെ അവർ ബിഹേവ് ചെയ്യണം, നമ്മൾ കഴിക്കുന്നതാണ് കഴിക്കേണ്ടത്. അങ്ങനെ ഒരു പശ്ചാത്തലം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദ ഗോസ്പൽ ഈസ് നോട്ട് കൾച്ചർ ബൗണ്ട്. ദൈവവചനത്തിന് വിപരീതമായി അവരുടെ ഇടയിലുള്ള കൾച്ചറൽ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ദൈവവചനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരുടെ കൾച്ചറലായിട്ടുള്ള കാര്യത്തെ നമ്മൾ കയറി അതിനെ പരസ്യമായി താക്കീത് ചെയ്യാതെ സുവിശേഷം പ്രചരിപ്പിച്ച് അവർ യേശുക്രിസ്തുവിൽ അവരുടെ ഹൃദയത്തെ തിരിക്കുവാനാണ് നാം വാസ്തവമായി ശ്രമിക്കേണ്ടത്. ഇവിടെയാണ് പലർക്കും പരാജയമുണ്ടായത്. എന്നാൽ ആത്മപൂർണനായ പൗലോസിന്റെ മിഷണറി സ്ട്രാറ്റജിയിൽ പ്രധാനമായ സ്ട്രാറ്റജി ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ താൻ എഴുതുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം: യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. യഹൂദന്മാരുടെ കൾച്ചറാ. സുവിശേഷവുമായി അവിടെ പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്തു പോകുവാൻ കഴിയുകയില്ല. അതിന് തനിക്ക് വിശ്വാസത്തിൽ വന്ന ക്ഷീണം നിമിത്തമോ വിശ്വാസം മാറിയതുകൊണ്ടോ വേദശാസ്ത്രം മാറിയതുകൊണ്ടോ അല്ല, സുവിശേഷം അവരുടെ ഇടയിൽ പറയുവാനായി പരിച്ഛേദന ഏൽക്കാത്ത തിമോത്തിയെ താൻ പരിച്ഛേദന ഏൽപ്പിച്ചു. എന്നാൽ തീത്തോസിൻ്റെ വിഷയം വരുമ്പോൾ, തീത്തോസ് ഒരു ജാതിക മനുഷ്യനാണ്, താൻ പരിച്ഛേദന ഏൽപ്പിച്ചില്ല. തിമോത്തിയുടെ അമ്മ യഹൂദ പശ്ചാത്തലമാണ്. യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് എൻട്രി കിട്ടണമെങ്കിൽ ആ ഒരു നിലപാട് താൻ അതുകൊണ്ടാണ് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സന്തോഷമുണ്ട്. പലപ്പോഴും പലരും ഈ വിഷയം വായിക്കുമ്പോൾ തിയോളജി ഒന്ന്, തൻ്റെ ആക്ഷൻസ് മറ്റൊന്ന്, ഒരുതരം സ്ഥിരതയില്ലാത്തതുപോലെ പെട്ടെന്ന് കൊച്ചു മനസ്സുള്ളവർക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ആളുകൾ രക്ഷിക്കപ്പെടണം. കൾച്ചറലായിട്ടുള്ള കാര്യത്തിൽ അവരെ ഒഫൻഡ് ചെയ്യാതെ സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് താല്പര്യപ്പെട്ടത്. അങ്ങനെ
താന് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്താ ഇതിൻ്റെ അർത്ഥം? യെരുശലേം കൗൺസിലിൽ വെച്ചെടുത്ത തീരുമാനമാണ് സുവിശേഷീകരണത്തിൽ പോകുന്ന ഇടത്ത് എല്ലായിടത്തും വായിച്ച് കേൾപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ എടുത്ത തീരുമാനം എന്താ? ജാതികൾ രക്ഷപ്പെടുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മതി, പരിച്ഛേദന വേണ്ട. അപ്പൊ തനിക്ക് തിയോളജിക്കൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. യഹൂദന്മാരുടെ ആ മതത്തിലേക്ക് തനിക്ക് എൻട്രൻസ് കിട്ടുവാൻ താന് പരിച്ഛേദന തിമോത്തിയെ ഏൽപ്പിക്കുകയാണ്. അത് രക്ഷിക്കപ്പെടുവാനല്ല. തിമോത്തി ഇതിന് ഏകദേശം 2 വർഷം മുമ്പ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടവനാണ്. താനൊരു ശിഷ്യനാണെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നല്ല സാക്ഷ്യമുള്ളവനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. സുവിശേഷം പറയുവാൻ ഒരു കൂട്ടം ജനത്തിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് പൗലോസ് ഈ കാര്യം ചെയ്തത് എന്നാണ് നമുക്ക് ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിൻകാലങ്ങളിൽ എഫെസോസ് സഭയുടെ മൂപ്പനായി മാറി തിമോത്തിയോസ് എന്നും, 2 തിമോത്തിയോസ് 4:21 വായിക്കുമ്പോൾ, ഒരുപക്ഷെങ്കിൽ പൗലോസിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തിമോത്തി തൻ്റെ കൂടെ വന്ന് കാണും എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. 4ഉം 5ഉം വാക്യങ്ങളുടെ വായിച്ച് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പട്ടണം തോറും അവർ നടന്നു പോകുക ദൈവദാസന്മാർ. ഇന്നത്തെ പോലെ ആധുനിക യാതൊരു സംവിധാനവുമില്ല. എന്തിനാ പോകുന്നത്? യെരുശലേമിൽ എടുത്ത ഈ തീരുമാനങ്ങൾ അറിയിച്ച് അവരിത് പ്രാക്ടീസ് ചെയ്യാൻ, ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് സഭകൾ തോറും പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ കാര്യം ഒന്ന് ചിന്തിച്ചതാണ്. എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അവിടെ നമ്മൾ കാണുന്നത് ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസും ശീലാസും തുടങ്ങിയ 2ാമത്തെ മിഷണറി യാത്രയിൽ ലിസ്ട്രയിൽ വന്നപ്പോൾ ടീമിന് അല്പം കൂടെ വലിപ്പമായി, തിമോത്തിയുടെ ആഡഡായി. അങ്ങനെ ലിസ്ട്രയിലെ അനുഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്, പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമ്മൾ ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരു വിശാല ഹൃദയം ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവവചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും കൾച്ചറൽ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. വചനം അനുവദിക്കുന്ന ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാമെന്നത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അൺറീച്ച്ഡ് ആയിട്ടുള്ള പല മേഖലകളെയും ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി റീച്ച് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് ഈ പ്രസ്താവനകൾ നമുക്ക് ഷോക്കിംഗ് ആയി മാറും. ഞാനൊരു കാര്യം ദൈവമക്കളോട് ചോദിക്കട്ടെ. ഇവിടെ പരിച്ഛേദന കഴിപ്പിക്കുവാനായി പൗലോസ് തിമോത്തിയോട് ആവശ്യപ്പെടുമ്പോൾ തിമോത്തി ഒരു വാക്കും തിയോളജി പറഞ്ഞ് തന്നോട് ഉടക്കിയില്ല. അതെന്താ കാരണം? തിമോത്തിക്ക് പൗലോസിൻ്റെ ഹൃദയമറിയാം. വേദശാസ്ത്രത്തിൽ വന്ന മാറ്റം നിമിത്തമല്ല താൻ ഇത് ആവശ്യപ്പെടുന്നതെന്നും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കുള്ള റിക്വസ്റ്റാണെന്നും ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ മനസ്സിലായതുകൊണ്ടാണ് താൻ ഈ വിഷയം സമ്മതിക്കുന്നത്. മാത്രമല്ല, അന്നത്തെ ആളുകളൊന്നും ഈ വിഷയത്തെ റേസ് ചെയ്തില്ല. കാരണം പൗലോസിൻ്റെ ഉദ്ദേശം ആ വിഷയത്തിൽ അവർക്ക് മനസ്സിലായിരുന്നു.
എത്രയോ ഏരിയകൾ ഭാരതത്തിൽ ഇനിയും സുവിശേഷം റീച്ച് ചെയ്യാനുണ്ട്. സുവിശേഷത്തെ നമ്മുടെ കൾച്ചറൽ കപ്പിലല്ല വിളമ്പേണ്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ആത്മരക്ഷയുടെ സുവിശേഷം ആളുകൾക്ക് വിളമ്പേണ്ടതിന് നമ്മുടെ കപ്പിൽ അതിനെ പകരരുത്. ദൈവവചനം അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ആളുകളുടെ കൾച്ചർ ഉൾക്കൊള്ളുവാൻ തയ്യാറായാൽ ക്രോസ് കൾച്ചറൽ മിനിസ്ട്രിയിൽ വളരെയധികം സക്സസ് ഉണ്ടാകും. അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രണ്ടാം മിഷണറി യാത്രയിൽ എങ്ങനെ പൗലോസിൻ്റെ കൂടെയും ശീലാസിൻ്റെ കൂടെയൊക്കെ കൂടെ നിന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഈ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ ഒഫൻഡ് ചെയ്തില്ല. ശക്തമായ ആത്മപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മിഷൻസിൽ ഏർപ്പെട്ടവർ, ഫീൽഡിലുള്ളവർക്ക് വേണ്ടി വിശേഷാൽ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പലപ്പോഴും മിഷൻസിൽ പെനട്രേഷൻ കൂടാതെ വരൾച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് വചനത്തെ ശക്തമായി പ്രഘോഷിക്കുവാനും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പലപ്പോഴും കൾച്ചറൽ ഡിഫറൻസുകൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ മതില് കെട്ടിപ്പൊക്കിയിരിക്കുന്നതിനെ വചനത്താൽ ഇടിച്ചു കളഞ്ഞ് വിശാലതയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് കേട്ട് സമർപ്പിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.